നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ LDCയുടെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ LDCയുടെ സിലബസ് നമ്മൾ പ്രധാനമായിട്ടും LP UP കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഒരു ബേസിലാണ് നമ്മളിതൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് LDCയിൽ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകൾ LP UPയുമായി ബന്ധപ്പെട്ട് വ്യത്യാസമുണ്ട്, സെയിം ടോപ്പിക്കുകൾ ഏതൊക്കെയുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നത്. അല്ലാത്തവർക്കും ഈ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്, LP UP ഉദ്യോഗാർത്ഥികൾ അല്ലാത്തവർക്കും. കാരണം നമ്മൾ കംപ്ലീറ്റ് ഇതിനെക്കുറിച്ചൊരു ഓവറോൾ ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജൂലൈ 2024 ജൂലൈയിൽ തിരുവനന്തപുരത്ത്, അതായത് ഈ മാസം 2 ആഴ്ച കഴിയുമ്പോഴാണ് തിരുവനന്തപുരംകാർക്ക് LDCയുടെ എക്സാം. ഓഗസ്റ്റിലാണ് കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് എക്സാം. സെപ്റ്റംബറിലാണ് ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോടുള്ളവർക്ക് എക്സാം. ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് എന്നിവർക്കാണ് ഒക്ടോബറിൽ എക്സാം. തസ്തിക മാറ്റം വഴിയും ഒക്ടോബറിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ ജില്ലകളിൽ നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ സമയമുള്ള ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് ജില്ലക്കാർ അതിനനുസരിച്ചും, പിന്നീട് ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളാണുള്ളത്. സമയം ഏറ്റവും കുറവ് തിരുവനന്തപുരം ജില്ലക്കാർക്കാണ്. കാരണം ഇനി 2-2.5 ആഴ്ചയേ ഉള്ളൂ പരീക്ഷയ്ക്ക്. കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ആളുകൾക്ക് താരതമ്യേന മറ്റുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. എന്നാലും ഉള്ള സമയത്ത് കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് സിലബസിലെ ടോപ്പിക്കിൻ്റെ മാർക്ക് അറിഞ്ഞ് പഠിക്കുക എന്നതാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്കിപ്പോൾ ഏത് ജില്ല ആയിക്കോട്ടെ, പറയുന്ന എല്ലാ ജില്ലകൾക്കും സിലബസ് മൊത്തം അരിച്ച് കലക്കി കുടിച്ച് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം അത്രയും വാസ്റ്റ് ആൻഡ് വൈഡാണ്. ഇതുവരെ പഠനം തുടങ്ങാത്ത ആളോടാണ് കേട്ടോ ഈ പറയുന്നത് LDCയുടെ സിലബസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ പഠിക്കണം? കാര്യം നമുക്ക് LP UP ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. കുറച്ച് ബേസൊക്കെ നമുക്കുണ്ട്, കുറച്ചിങ്ങനെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ്. മുഴുവൻ നന്നായിട്ട് LP UP പ്രിപ്പയർ ചെയ്തവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് വേണം നിങ്ങൾ കുറച്ചും കൂടി ഈ ഒരു ഇൻഫർമേഷൻസ് കൂട്ടി ആഡ് ചെയ്യാൻ. അപ്പോൾ നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് LDCയിലും LP UPയിലും സിമിലാരിറ്റി ഉള്ള ടോപ്പിക്കുകളുണ്ട്, സിമിലാരിറ്റി ഇല്ലാത്ത ടോപ്പിക്കുകളുണ്ട്, സബ്ജക്റ്റ് തന്നെ വ്യത്യാസമുള്ള ടോപ്പിക്കുകളുണ്ട്. സബ്ജക്റ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ, കലാകായിക, സാംസ്കാരിക മേഖല, സുപ്രധാന നിയമങ്ങൾ, ഇതൊന്നും നമുക്ക് എവിടെ LP UPയിലില്ല. പക്ഷേ LDCയിൽ അതൊക്കെ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു സിലബസ് എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടാം. അപ്പം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ചരിത്രമാണ് കേട്ടോ. ചരിത്രം എന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഈ ചരിത്രത്തിൽ തന്നെ 3 ഡിവിഷനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചരിത്രത്തിൽ മൊത്തം എത്ര മാർക്കാണ്? 5 മാർക്കാണ് ചരിത്രത്തിന് മൊത്തം ഉള്ളത്. ഈ 5 മാർക്ക് എന്ന് പറയുമ്പോൾ 3 വിഭാഗമായിട്ടാണ് ചരിത്രം വരുന്നത്. എന്തൊക്കെ? കേരള ചരിത്രമുണ്ട്, ഇന്ത്യൻ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. അങ്ങനെ 3 ഡിവിഷനുണ്ട്. അപ്പോൾ ഈ ഒരു 5 മാർക്കിൻ്റെ ഡിവിഷൻ പല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ കേരള ചരിത്രത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം. ഇത്രയും കാര്യങ്ങൾ എവിടെ പഠിക്കാനുണ്ട്? കേരള ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. ഇനി ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോഴോ, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിലെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി നയം. ഇത്രയുമാണ് എവിടെ പഠിക്കാനുള്ളത്? ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ പഠിക്കാനുള്ളത്. ഇനി ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇത്രയും കാര്യങ്ങൾ ആണ് എവിടെ പഠിക്കാനുള്ളത്? ചരിത്രം എന്ന ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചരിത്രം എന്ന ഭാഗത്തിൽ ഇത്രയും പോർഷനിൽ നിന്ന് മൊത്തം എത്ര മാർക്കേ ഉള്ളൂ? 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ അത് ചിലപ്പോൾ കേരള ചരിത്രത്തിൽ നിന്ന് 1 മാർക്ക് ചോദിച്ചിട്ട് ബാക്കി ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ലോക ചരിത്രത്തിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നാണ് മൊത്തം 5 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയേക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, UP സ്കൂൾ അല്ലെങ്കിൽ LP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ലേ?
നവോത്ഥാന പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലാത്തത് നമുക്ക് ആദ്യം നോക്കാം. യൂറോപ്യന്മാരുടെ വരവ്, വാസ്കോഡ് ഗാമ അങ്ങനെയുള്ള യൂറോപ്യന്മാരുടെ വരവൊന്നും നമ്മുടെ സിലബസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ SCRT പഠിച്ചിട്ട് പോകണം എന്നുള്ളത് UP സ്കൂൾ അസിസ്റ്റൻ്റായാലും LP സ്കൂൾ അസിസ്റ്റൻ്റായാലും SCRT പഠിക്കണമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അല്ലാത്തവർ സിലബസ് മാത്രം പഠിച്ചിട്ട് SCRT വായിക്കാതെ പോയവരൊന്നും യൂറോപ്യന്മാരുടെ വരവൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ യൂറോപ്യന്മാരുടെ സംഭാവനകൾ, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊന്നും നമുക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റോ LP സ്കൂൾ അസിസ്റ്റൻ്റോ ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കാത്തവർ ഉണ്ടെങ്കിൽ അത് പഠിച്ചിരിക്കണം. പിന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിൻ്റെ ചരിത്ര സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇതിനകത്ത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരള ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്താണ് നമ്മുടെ UP ക്ലാസിൻ്റെ LP ക്ലാസിൻ്റെ സിലബസിൽ പരാമർശിക്കുന്നുണ്ട്. കേരള നവോത്ഥാന നായകന്മാർ, പിന്നെന്താണ് ദേശീയ പ്രസ്ഥാനം, നിവർത്തന പ്രക്ഷോഭം, മുന്നപ്ര വയലാർ സമരം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി സമരം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, പിന്നെന്താണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസ് UPയിലും LPയിലും പരാമർശിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ 3 4 തവണയോ ചിലപ്പോൾ നന്നായി പഠിച്ചവരുണ്ടായിരിക്കും, ജസ്റ്റ് പഠിച്ചവരുണ്ടായിരിക്കും. അതൊക്കെ നമുക്കൊരു ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് അത്. പക്ഷേ യൂറോപ്യന്മാരുടെ വരവോ യൂറോപ്യന്മാരുടെ സംഭാവനകളോ മാർത്താണ്ഡവർമ്മയോ ചിത്ര തിരുനാളോ തിരുവിതാംകൂർ ചരിത്രമൊന്നും, തിരുവിതാംകൂർ ചരിത്രത്തിൽ നമ്മൾ വേണമെങ്കിൽ പഴശ്ശി വിപ്ലവം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും പൂർണ്ണമായിരിക്കില്ല. പക്ഷേ യൂറോപ്യന്മാരുടെ വരവോ യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡ മുതൽ ശ്രീ ചിത്രതിരുനാൾ വരെ ഒന്നും നമുക്ക് പഠിക്കാനുള്ളതായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനി രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് വരുമ്പോഴാണ് ബ്രിട്ടീഷ് ആധിപത്യം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. 1-ാം സ്വാതന്ത്ര്യ സമരം നമുക്കുണ്ടായിരുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ഉണ്ടായിരുന്നോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം ഉണ്ടായിരുന്നു. സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇപ്പോൾ ഇത്രയും സ്വദേശി പ്രസ്ഥാനം വരെയായിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ, നമുക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ LP സ്കൂൾ അസിസ്റ്റൻ്റ് സിലബസിൽ കുറച്ചെങ്കിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായാലും വർത്തമാന പത്രങ്ങളായാലും സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്ത് സാഹിത്യവും കലയും ഒന്നും നമുക്ക് സിലബസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പുതിയ ടോപ്പിക് തന്നെയാണ്. സംസ്ഥാനയുടെ പുനഃസംഘടന, ശാസ്ത്ര സാഹിത്യ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയമൊക്കെ എന്താണ് നമുക്കൊരു ന്യൂ ടോപ്പിക് തന്നെയാണ് ഉള്ളത്. ഇനി ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇതൊക്കെ എന്താണ്, ഇത് നമ്മുടെ സിലബസിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു ലോക ചരിത്രം എന്ന് പറഞ്ഞു. ലോക ചരിത്രം നമുക്ക് എന്തായിരുന്നു പഠിക്കാനുള്ളത്? നമുക്ക് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, അങ്ങനെ സംസ്കാരങ്ങളായിരുന്നു ഇവിടെ പഠിക്കാനുണ്ടായിരുന്നത്, നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അത് LPയിലും UPയിലും നമുക്ക് സിലബസിൽ പരാമർശമുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ലോകം എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ പറയുന്ന യാതൊരു കാര്യങ്ങളും എന്താണ് നമ്മുടെ സിലബസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടും ഇതും എന്ത് തന്നെയാണ്, ഇതും ഒരു പുതിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ നമ്മളിത് പഠിച്ചെടുക്കും എന്നൊരു ചോദ്യമല്ലേ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് ചെയ്യേണ്ടത് SCRT എടുക്കുക. സോഷ്യൽ സയൻസ് SCRT എടുത്തതിന് ശേഷം 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCRT പാഠഭാഗങ്ങൾ, ഈ സിലബസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങൾ ഏറ്റവും വൃത്തിയായി പഠിക്കുക എന്താണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? 5 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCRT സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകം എടുത്തു വച്ച് സിലബസിൽ പരാമർശിച്ചെടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കുക. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ലോക ചരിത്രം, ഈ ഒരു തരത്തിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവമൊക്കെ 10-ാം ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. അതെടുത്ത് എന്താ മുക്കും മൂലയും അരിച്ചു പറക്കി ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുക എന്നാണ് ഇതിനൊരു സൊല്യൂഷൻ. കാരണം നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളം ജില്ലയാണ് ഏറ്റവും അവസാനം, എറണാകുളം ഇടുക്കി പോലുള്ള ജില്ലകളിലാണ് ഏറ്റവും അവസാനം പരീക്ഷ നടക്കാൻ പോകുന്നില്ലെങ്കിൽ പോലും ഇനിയും എത്രയോ 2-2.5-3 മാസം, കഷ്ടി 3 മാസം, 2-2.5 മാസം കൂട്ടിക്കോ, അതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പോലും നമ്മൾ ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് പുതിയത് മേടിച്ച് വച്ച് അതിൻ്റെ ഗൈഡൊക്കെ വച്ച് അത് ഓരോ വലിച്ചു വാരി പഠിക്കാനുള്ള സമയമൊന്നും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
ഒരു SCRT എടുത്ത് വായിച്ച് പഠിക്കുക കേട്ടോ. നോട്ടൊക്കെ എഴുതി പഠിക്കുക. ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തു തരാം. ഇതെല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തി നമ്മൾ മാരത്തോൺ ചെയ്യുന്നതായിരിക്കും. നല്ല റിവിഷനോടുകൂടി തന്നെ നമുക്ക് പരീക്ഷ എഴുതാൻ പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ SCRT ഉൾപ്പെടുത്തി ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതെല്ലാത്തിൻ്റെ വീഡിയോ നമുക്ക് ചെയ്തു പോവാം കേട്ടോ. ഇനി ഭൂമിശാസ്ത്രം നമുക്ക് നോക്കാം. ഭൂമിശാസ്ത്രത്തിൽ എത്ര മാർക്കാണ് ഭൂമിശാസ്ത്രത്തിൽ വരുന്നത്? ഭൂമിശാസ്ത്രത്തിലും 5 മാർക്കാണ് വരുന്നത്. ഇതിനകത്ത് എന്തൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്? ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരള ഭൂമിശാസ്ത്രവും അല്ലാത്ത കാര്യങ്ങളെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ട്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ: ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷ മർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധതരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ട്രോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇതെല്ലാം ഇവിടെ നമുക്ക് പരാമർശിക്കപ്പെടുന്നുണ്ട്. SCRTയിൽ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഭൂമിശാസ്ത്രം, അതായത് സോഷ്യൽ സയൻസിൽ പരാമർശിക്കപ്പെടുന്ന ടോപ്പിക്കുകളാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് LP UPയിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നത്? ഭൂമിയുടെ ഘടന, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. അന്തരീക്ഷം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? വിദൂര സംവേദനം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. പിന്നെ മാപ്പുകൾ, മലിനീകരണങ്ങളൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഋതുക്കളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നതാണ്. സമുദ്രചലനങ്ങളും ലോകരാഷ്ട്രങ്ങളും അവിടെ സവിശേഷതകളൊന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അതൊക്കെ ന്യൂ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ന്യൂ ടോപ്പിക്കായിട്ട് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? സിലബസ് നമ്മുടെ LPയുടെ സിലബസിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനീകരണം, വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങൾ, അത് വലിയ കാര്യം നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ മാപ്പുകൾ നമുക്കില്ലാതിരുന്നായിരുന്നു. വിദൂര സംവേദനം നമുക്കുണ്ടായിരുന്നു. പിന്നെ സമുദ്രങ്ങളും സമുദ്രചലനങ്ങളും നമുക്കുണ്ടായിരുന്നില്ല. ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ അവരുടെ സവിശേഷതകൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്താണ്? നമ്മുടെ LP UP സിലബസിൽ പരാമർശിച്ചിട്ടില്ലാത്ത പുതിയ ടോപ്പിക്കുകളാണ് ഇതെല്ലാം എവിടെയുണ്ട്? 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT സോഷ്യൽ സയൻസിലുണ്ട് കേട്ടോ. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ഉണ്ട്. ഇനി ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷിധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ LP UPയിൽ അതേപടി പരാമർശിച്ചിട്ടുള്ള ടോപ്പിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ഫെമിലാരിറ്റി ഉണ്ടായിരിക്കും. അത്യാവശ്യം കാര്യങ്ങൾ കുറേ പേർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിയാമായിരിക്കാം. ഇനി അടുത്തത് കേരളമാണ്. കേരളവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷി, ഗവേഷണ സ്ഥാപനങ്ങൾ, ധാതുക്കൾ, വ്യവസായം, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇതിനകത്ത് നമുക്ക് എന്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനായിട്ട്? നമ്മുടെ സിലബസിൽ LP UPയുടെ നദികൾ മാത്രമേ പരാമർശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെയാണ്? പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കില്ല, പഠിച്ചിട്ടുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളിത് ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി ധനതന്ത്രശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ ധനതന്ത്രശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇതിനകത്ത് കുറച്ച് ടോപ്പിക്കൊക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലേ. എന്താണ്? പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതൊക്കെ നമുക്ക് LP UP സ്കൂളിൽ അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് പേർക്ക് ഇങ്ങനെ പരിചയം ഉണ്ടായിരിക്കാം. ബാക്കി സാമ്പത്തിക രംഗം, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പ്രശ്നങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വേണ്ടി പഠിക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ 42, 44, 52, 73, 74, 86, 91, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഈ പഞ്ചായത്ത് രാജ്, ഭരണഘടനാ സ്ഥാപനം, അവയുടെ ചുമതലകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇതൊന്നും നമുക്ക് LP UPയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നല്ല. ബാക്കി അതിൻ്റെ മുകളിലേക്കുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെൻറ് ഘടകങ്ങൾ,
പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഇതെല്ലാം എവിടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു? LP UPയിൽ. ഗാനങ്ങളുമാണ് അടുത്തത്. സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണം, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവയുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇതൊക്കെ എന്താണ് ഇവിടെ? ഇത് നമുക്ക് എവിടെയും നമ്മുടെ LP UP സിലബസിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകളല്ല. പക്ഷേ തണ്ണീർത്തടമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന്, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തടമൊക്കെ നമുക്ക് എന്താണ് ബയോളജിയിൽ പഠിക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാക്കിയൊന്നും നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് പുതിയ പൊതുജനാരോഗ്യവും ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ മൊത്തം 7 ടോപ്പിക്കുണ്ട്. ഈ 7 ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് മൊത്തം 6 മാർക്കിനായിരിക്കും കേട്ടോ. ഈ ഒരു 7 ടോപ്പിക്കിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതിനകത്ത് ഏത് ടോപ്പിക്ക് മാത്രമേ നമുക്കില്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ? കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. LP UPയിൽ എവിടെയും പരാമർശിക്കപ്പെടാത്ത ഒരു ടോപ്പിക്കാണ്. പിന്നെന്താണ്? അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല. ബാക്കി മനുഷ്യരെക്കുറിച്ചുള്ള പൊതു അറിവും, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, പിന്നെന്താണ്? പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ജീവിതശൈലി രോഗങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ LP UPയിൽ പരാമർശിക്കുന്നതാണ്. അപ്പോൾ LP UP സിലബസ് കംപ്ലീറ്റ് ആക്കിയവർക്ക് ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും. ഇനി അടുത്തത് ഭൗതിക ശാസ്ത്രമാണ്. ഭൗതിക ശാസ്ത്രത്തിൻ്റെ 8 ടോപ്പിക്കുകളാണ് മൊത്തം പഠിക്കാനുള്ളത് കേട്ടോ. ഈ 8 ടോപ്പിക്ക് കൊണ്ട് എത്ര മാർക്കേ ഉള്ളൂ? വെറും 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർക്ക് എടുത്ത് പറയുന്നത് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. ഇത് മൊത്തം നിങ്ങളിരുന്ന്, എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് ഈ ഫിസിക്സൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് സോഷ്യലിനൊക്കെ ഇപ്പോൾ ഭൂമിശാസ്ത്രമൊക്കെ എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ, ചരിത്രം എനിക്ക് ഇഷ്ടമല്ല പഠിക്കാൻ, ഞാൻ അതൊന്നും പഠിക്കില്ല, ഇന്ത്യൻ ഭരണഘടന എനിക്ക് ഇഷ്ടമേ അല്ല പഠിക്കാൻ, ഞാൻ അത് പഠിക്കില്ല, എനിക്ക് പക്ഷേ ഫിസിക്സ് ഇഷ്ടമാണ്, എനിക്ക് പക്ഷേ രസതന്ത്രം ഇഷ്ടമാണ്, ഞാൻ അത് പഠിക്കുമെന്ന് ഓർത്തിരുന്നത് എന്താണ്? അതിനൊക്കെ 3 മാർക്കേ ഉള്ളൂ. പക്ഷെ എവിടെയാണോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ളത് ആ മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇവിടെ ഫിസിക്സിന് എത്ര മാർക്കേ ഉള്ളൂ? 3 മാർക്കേ ഉള്ളൂ. ഈ 3 മാർക്കിന് വേണ്ടി നമ്മൾ ഇത് എന്നത് ഭൗതികശാസ്ത്രം നിങ്ങൾ പഠിക്കേണ്ട, അത് 3 മാർക്കല്ലേ ഉള്ളൂ, നിങ്ങൾ എന്തിനു പഠിക്കണം എന്നല്ലാട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒന്നിൻ്റെ മീനിങ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്രയാണോ ഓരോ സബ്ജക്റ്റിനും നൽകേണ്ട ഇമ്പോർട്ടൻസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഊന്നി പറയുന്നത് കേട്ടോ. അപ്പോൾ ഭൗതികശാസ്ത്രം എന്തൊക്കെയുണ്ട്? ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ: ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, തോതുകൾ, ചലനത്തിനാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ഷൻ, മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, പ്രകാശം, ലെൻസ്, ദർപ്പണം, സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഇലക്ട്രിക് ഇഫക്റ്റ്, പിന്നെ എന്താണ്? ശബ്ദത്തിൽ വിവിധതരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങൾ, പ്രകാശത്തിൻ്റെ പ്രവേഗം, അനുരണനം, ആവർത്തനം, പ്രതിപതനം, ബലം, വിവിധതരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിൻ്റെ ഉപയോഗങ്ങൾ, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പ്ലാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ, കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം, ഗുരുത്വാകർഷണത്തേക്കാണ് അഭികേന്ദ്രം, അപകേന്ദ്രം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡം, ഭാരം, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിതരണങ്ങൾ, ജിയുടെ മൂല്യങ്ങൾ, താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത, പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തേലകങ്ങൾ, വിവിധതരം ഉത്തേലകങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ 3 മാർക്കേ ഉള്ളെങ്കിലും LP UP നന്നായിട്ട് ഫിസിക്സ് പഠിച്ചവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. കാരണം എന്താ? ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും എവിടെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു? LP UPയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. LP UPയുടെ സെയിം ഫിസിക്സിൻ്റെ സിലബസ് തന്നെയാണ് LDCയിൽ ഇവിടെ കൊടുത്തേക്കുന്നത്. യാതൊരു മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ചെറിയ എന്തെങ്കിലും പൊടിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ LP UPയുടെ സിലബസ് നല്ല അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്ത് വച്ചേക്കണവർക്ക് എന്താണ്? ഇത് വളരെ എളുപ്പമായിരിക്കും. ആ സമയത്ത് LP UPയിൽ ഫിസിക്സ് ഒഴിവാക്കി വിട്ടേക്കണവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ LP UPയിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടില്ല, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ളവർക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും പോർഷൻസ് 3 മാർക്കിന് വേണ്ടി കവർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. LP UPയിൽ 7 മാർക്കോളം നമുക്ക് ഫിസിക്സിനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര മാർക്കേ ഉള്ളൂ? 3 മാർക്കേ ഉള്ളൂ. പക്ഷേ LP UPയിൽ ഫിസിക്സ് നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനി അടുത്തത് രസതന്ത്രമാണ്. രസതന്ത്രത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണുള്ളത്: ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ. ആറ്റത്തിലെ തന്മാത്ര ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങൾ, അലോഹങ്ങൾ, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ.
അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡ്, ആൽക്കലി, pH, ആൽക്കലോയിഡുകൾ. ഇത്രയൊക്കെ എവിടെയാണ് രസതന്ത്രത്തിൽ വരുന്നത്. രസതന്ത്രത്തിൽ നമുക്ക് ഫിസിക്സിന് പഠിക്കേണ്ട സെയിം സിലബസ് ആണ്, ഒരു തരത്തിലുള്ള മാറ്റം ഇല്ല. ഇത് തന്നെയാണ് നമുക്ക് എവിടെയും പഠിക്കാം. കുറച്ചുകൂടി പോർഷൻസ് രസതന്ത്രത്തിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എവിടെ പഠിക്കാനുണ്ടായിരുന്നു, LPUP പഠിക്കാനുണ്ടാവും. പക്ഷെ അത്രയും എവിടെ ഇല്ല ഈ ഒരു രസതന്ത്രത്തിൽ, അതായത് ഈ കെമിസ്ട്രിയിൽ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടില്ല എന്നുള്ളത് ഓർക്കണം. 3 മാർക്കേ ഉള്ളൂ. LPUPയിൽ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചുള്ളവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. സെയിം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഇനി കല, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖലയാണ് ഈ വരുന്നത്. ഇത് നമ്മുടെ LPUPയിൽ ഇല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ LPUPയിൽ ഈ സബ്ജക്റ്റ് പരാമർശിക്കപ്പെടുന്നതേ ഇല്ല. അപ്പോൾ LPUP പഠിച്ച് നിർത്തിയവർക്ക് ഇതെന്താണ്, ഇതൊരു പുതിയ ടോപ്പിക്കാണ്. ഇപ്പോൾ നമുക്ക് LPUP സൈക്കോളജി ഇല്ല, പെഡഗോഗി ഇവിടെ ഇല്ല എന്നതുപോലെ തന്നെ അവിടെ ഇല്ലാത്തതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഏത്, കല, കായിക, സാഹിത്യ, സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എവിടെയും നമുക്ക് LPUP പരാമർശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ന്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചെടുക്കണം. കാരണം നമുക്ക് ഒരു തരത്തിലുള്ള ഫെമിലാരിറ്റി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കില്ല. 5 മാർക്കാണ് ഈ ഒരു മേഖലയ്ക്ക് ഉള്ളത്. അതിൽ കലയിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവിടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവയാണ്. പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, പ്രശസ്തമായ എഴുത്തുകാരൊക്കെ ഇതിനകത്ത് വരും. കായികത്തിലാണ് കായികത്തെ വ്യക്തിമുദ്ര വഹിച്ച് കേരളത്തിലെ, ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖല പ്രകടനത്തിന് നൽകുന്നതാണെന്നുള്ള അറിവ്, പ്രധാന ട്രോഫികൾ, പ്രധാന കായിക ഇനങ്ങൾ, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രസ്തുത വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, പിന്നെന്താണ് കോമൺവെൽത്ത് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുക്കൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, നേട്ടങ്ങൾ, താരങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ എന്നിവയൊക്കെ ഇതിനകത്ത് വരും. ഈ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരും. സ്പോർട്സ് അത്യാവശ്യം വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങൾ സ്പോർട്സിൽ പഠിക്കാനായിട്ട് ഉണ്ട്. ഇനി അടുത്തതാണ് ഏത്, സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യത്തിൽ എങ്ങനെയാണ്, ഇനി സാഹിത്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തെയും പ്രധാന കൃതികൾ, അവരുടെ കർത്താക്കൾ, എഴുത്തുകാർ, തൂലിക നാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രസ്തുത വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്ര പ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, അനുകാലികൾ, പ്രധാനപ്പെട്ട അവാർഡിന് അർഹമായ എഴുത്തുകാർ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ, മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാളം സിനിമയും ദേശീയ അവാർഡുകളും. ഇനി സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രസ്തുത ഉത്സവങ്ങൾ, കേരള സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവരുടെ സംഭാവനകൾ. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരൊറ്റ ടോപ്പിക്കിൽ. അതായത് കല, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖലയിൽ വരുന്നത്. എത്രയാണ് മാർക്ക് നോക്കിയേ, 5 മാർക്കിന് വേണ്ടി നമ്മളിതേ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ LPUPയിൽ പരാമർശിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇത് ഡീപ്പായിട്ട് പഠിക്കാൻ, പക്ഷെ നമ്മുടെ കയ്യിൽ ഇതിനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ഏറ്റവും കൂടുതൽ PSC ഊന്നിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ചില ടോപ്പിക്കുകൾ കാണുമ്പോൾ നമുക്ക് ഇത് എപ്പോഴും റിപ്പീറ്റ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരുന്ന എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗങ്ങൾ പഠിക്കാനായിട്ട്. കാരണം ഇത് മൊത്തം പഠിച്ചുകൊണ്ടിരിക്കാനുള്ള സമയവുമില്ല. ഈ ഒരു 5 മാർക്കിന് വേണ്ടി ഇത്ര എഫേർട്ട് എടുക്കാനും നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്, ഇനി അതിനുള്ള സമയമില്ല എന്നുള്ളതാണ് മെയിൻ കാരണം. സമയമുണ്ട്, ഒരു 1.5 വർഷം നമ്മുടെ കയ്യിലുണ്ട്, നോട്ടിഫിക്കേഷൻ വരെ ഇനി 1.5 വർഷം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് ഇത്രയും മേഖല കവർ ചെയ്ത് പോവുക എന്ന് പറയുന്നത്, ഇത്രയും കുറച്ച് മാർക്കിൻ്റെ ഒരു മേഖല കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. ഈ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് എവിടെയില്ല, LPUPയിൽ ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ. അതുകൊണ്ട് തന്നെ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ബേസിക് മീൻസ് നമ്മൾ ബേസിക്കായിട്ട് അറിവില്ലാത്തവരെങ്ങനെയാണ് കുറച്ചും കൂടി പഠിക്കേണ്ടതാണ്. പക്ഷേ എത്ര മാർക്ക് മാത്രമേ ഇവിടെ ഇതിനുള്ളൂ, 3 മാർക്കേ ഉള്ളൂ. എന്തൊക്കെയാണ്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ് ഇതിനകത്ത്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്നുണ്ട്, ഇൻ്റർനെറ്റ് വരുന്നുണ്ട്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 5 മാർക്കാണ് വരുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ആക്ട്, ലോ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ്
ഓരോ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ സെക്ഷൻ SC/ST സെക്ഷൻസ്, കമ്മീഷൻസ്, നാഷണൽ സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അങ്ങനെ ഓരോ കമ്മീഷനുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ കമ്മീഷനുകളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള ആക്റ്റുകളാണ്, സുപ്രധാന നിയമങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ സുപ്രധാന നിയമം എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് എവിടെ ഉണ്ടായിരുന്നില്ല, LP UP ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് പുതിയൊരു സെക്ഷനാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻഫർമേഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ടവ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അടുത്താണ് ആനുകാലിക വിഷയങ്ങൾ. ആനുകാലിക വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് ഉണ്ടാകുന്ന ഏത് മേഖലയിൽ നിന്നായിരിക്കും? ആനുകാലിക മേഖലയിൽ നിന്നായിരിക്കും. 20 മാർക്കോളം ആനുകാലിക മേഖലയിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയുമാണ് വരുന്നത്. ഇനി ഈ രണ്ട് ടോപ്പിക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയുമാണ് എവിടെ വരുന്നത്? മാത്സിൽ വരുന്നത്. മാത്സിൽ മൊത്തം 10 മാർക്കാണുള്ളത്. അതിൽ ലഘുഗണിതത്തിന് 5 മാർക്കും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയ്ക്കും 5 മാർക്കാണ്. ടോട്ടൽ 10 മാർക്കാണ് വരുന്നത്. ഇതിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശ, കൂട്ടുപലിശ, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യാങ്കങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പിന്നെന്താണ് പ്രോഗ്രഷനുകൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ലഘുഗണിതത്തിൽ വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് LP UP പഠിക്കാനുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കൃത്യമായി പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും. പിന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠത്തിൽ ശ്രേണികൾ, സംഖ്യാശ്രേണി, അക്ഷരശ്രേണി, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സാധാരണ സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡുകളും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാബോധം, ക്ലോക്കും സമയവും കോണും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങൾ. ഇത്രയുമാണ് എവിടെ വരുന്നത്? മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയിൽ വരുന്നത്. അങ്ങനെ മൊത്തം 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇതിനകത്ത് മാത്സിൽ വരുന്നത്. പിന്നെ ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനിൽ നിന്ന് 5 മാർക്കും വൊക്കാബുലറിയിൽ നിന്ന് 5 മാർക്കും, അങ്ങനെ ടോട്ടൽ 10 മാർക്കാണ് എവിടെ വരുന്നത്? ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത്. പിന്നെ പ്രാദേശിക ഭാഷ മലയാളമാണ്. മലയാളത്തിൽ 10 മാർക്കാണ് വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടക പദം. ഇത്രയുമാണ് എവിടെ വരുന്നത്? പ്രാദേശിക ഭാഷയിൽ വരുന്നത്. മലയാളത്തിലും ഒട്ടുമിക്ക കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ടായിരുന്നു? LP UP പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ LP UP മലയാളം പഠിച്ചവർക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ പോർഷനിൽ നിന്ന് നമുക്ക് LP UP പഠിക്കാനുണ്ടായിരുന്നതാണ്. ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ LDCയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എന്തിനാണ്? ആനുകാലിക വിഷയങ്ങൾക്കാണ്. ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയ്ക്ക് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, പ്രാദേശിക ഭാഷ മലയാളത്തിന് 10 മാർക്ക്, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതന്ത്രശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവിതവും പൊതുജനാരോഗ്യത്തിന് എത്ര മാർക്കായിരുന്നു? 6 മാർക്ക്, ഭൗതികശാസ്ത്രം, രസതന്ത്രത്തിൽ 3 മാർക്ക് വെച്ച്, കലാകായിക സാഹിത്യ സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക്. ഇങ്ങനെയാണ് ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ എന്തിനാണ്? കറണ്ട് അഫെയറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്കായിട്ട് വരുന്നത്. അതിൽ സോഷ്യൽ സയൻസ് മാത്രം നിങ്ങൾക്ക് എവിടെന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. SCRT 5 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് സോഷ്യൽ സയൻസിലെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ജീവശാസ്ത്രവും ഭൗതികശാസ്ത്രവും രസതന്ത്രവും എന്ത് തന്നെ പറ്റും? ഈ SCRT സയൻസ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങളാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് SCRT തന്നെ ഇതിനെ SCRT ആശ്രയിക്കാവുന്നതാണ്. SCRTനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങളും ചോദിക്കുക. അപ്പോൾ SCRTയിൽ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടല്ലോ സ്കൂളിൽ. അപ്പോൾ ആ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയറിലും തുടങ്ങിയ കാര്യങ്ങൾ എന്താണോ അതിൽ പരാമർശിക്കപ്പെടുന്നത് അത് പഠിച്ചിട്ട് പോയാലും അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആശ്രയിക്കേണ്ടത് എന്തിനെയാണ്? മെയിനായിട്ട് ആശ്രയിക്കേണ്ട 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT സയൻസ്, മാത്സ്, മലയാളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തു മാത്രമേ ഉള്ളൂ? വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള ടോപ്പിക്കുകളായിരിക്കും. അതുപോലെ തന്നെ എന്നോർത്ത് മറ്റുള്ളതൊന്നും വിട്ട് കളയാൻ പറ്റില്ല. അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി മുന്നേറി മുന്നോട്ട് വരണമെങ്കിൽ നമ്മുടെ സമയക്കുറവും നമ്മൾ പരിഗണിക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളും പരിഗണിച്ച് വേണം ഈ ഒരു LDCയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ യു പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞവർ ഒരിക്കലും പുറകോട്ട് പോകാതെ LDCയിലെ സിലബസ് കൃത്യമായിട്ട് എടുത്ത് പഠിച്ച് മുന്നോട്ട് വരിക. LP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ 20-ാം തീയതി കഴിയുമ്പോൾ അവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മുന്നോട്ട് വരിക. ഇനി LPയിലും UPയിലും ഒന്നും പെടാതെ സാധാരണ പഠിക്കുന്ന കുട്ടികളും എങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള സമയം പോലെ സാഹചര്യമൊക്കെ ഉണ്ടാക്കി പഠിക്കുക. നമ്മൾ LDCക്ക് വേണ്ടിയിട്ട് ഒരു മാരത്തോൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാരത്തോൺ വീഡിയോ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ഈ വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.